ദളപതി വിജയ് തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് കേവല ഭൂരിപക്ഷത്തിനപ്പുറം 2 സീറ്റുകൾ കൂടിയാണ് അധികമുള്ളത്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ പങ്കെടുത്തു. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് DMKയ്ക്ക് 10 വർഷത്തിന് ശേഷം തിരിച്ചടി നേരിട്ടത്. ആ തിരിച്ചടി നേരിട്ട ശേഷം TVKയ്ക്ക് ഇത്രയും സീറ്റ് കിട്ടി കേവല ഭൂരിപക്ഷത്തിനപ്പുറം നിൽക്കുമ്പോൾ കോൺഗ്രസ് അവർക്ക് പിന്തുണ നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. അതിനെ വ്യാപകമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ തെറിവിളിയും രൂക്ഷമായ എതിർപ്പും ഒക്കെയായിരുന്നു. അന്ന് പറഞ്ഞിരുന്നത് CPIM കണ്ടുപഠിക്കണമെന്നും അവർ പിന്തുണ കൊടുത്തിട്ടില്ലെന്നും നന്ദിയില്ലാത്തവരാണ് കോൺഗ്രസ് എന്നുമൊക്കെയാണ് പറഞ്ഞത്. ആദ്യഘട്ടത്തിൽ CPMഉം CPIയും മുസ്ലിം ലീഗുമൊന്നും TVKയ്ക്ക് പിന്തുണ കൊടുത്തിരുന്നില്ല. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാണെങ്കിലും നമ്മുടെ കേരളത്തിൽ നിന്ന് അവിടെ സ്ഥാപിക്കപ്പെട്ട അർലേക്കർ എന്ന് പറയുന്ന ഗവർണർ പലവരു കേവല ഭൂരിപക്ഷമുള്ള MLAമാരുടെ എണ്ണം വേണം എന്ന് പറഞ്ഞ് മടക്കി അയച്ചു. BJPക്ക് അവിടെ കാര്യമായ ഒരു പ്രസക്തിയും ഇല്ലാതിരുന്നതുകൊണ്ടുകൂടിയാണ് ഇപ്പോൾ ഈ സത്യപ്രതിജ്ഞ നടന്നത് എന്നുള്ളത് കൂടി ചേർത്ത് വായിക്കേണ്ടതാണ്. എവിടെയെങ്കിലും പിളർത്താനോ അടർത്താനോ അല്ലെങ്കിൽ മുറിക്കാനോ ഉള്ള സ്പേസ് ഉണ്ടാകുമായിരുന്നെങ്കിൽ 100 വട്ടം അവിടെ ഓപ്പറേഷൻ താമരയും താമര ഇതളും താമര വല്ലിയും ഒക്കെ നടന്നേനെ. പക്ഷേ അതിനൊരു സ്കോപ്പ് തമിഴ്നാട്ടിൽ ഇല്ലാതായിപ്പോയി. അവിടെ പ്രധാനമായും ഈ തെറിവിളിച്ചവരെല്ലാം പിന്നീട് CPIയും CPIMഉം അതുപോലെ മുസ്ലിം ലീഗും ഒക്കെ പിന്തുണ കൊടുക്കേണ്ടി വന്ന സാഹചര്യം വന്നതോടുകൂടി ഈ രാഹുൽ ഗാന്ധിയെയും KC വേണുഗോപാലിനെയും ഒക്കെ തെറിവിളിക്കുന്ന പണി അവസാനിപ്പിച്ചു. ഇപ്പോൾ എവിടെ എന്ത് നടന്നാലും അവർക്കാണല്ലോ തെറിവിളി. പക്ഷേ പിന്നീട് അതെന്തുകൊണ്ടാണ് ചെയ്തത് എന്നുള്ളത് വന്നപ്പോൾ കുറച്ചൊക്കെ ശാന്തമായി. അതിനപ്പുറം ചില കാര്യങ്ങൾ കൂടിയുണ്ട്. എന്താണെന്നറിയുമോ? കഴിഞ്ഞ 10 വർഷമായി DMK കോൺഗ്രസ്സിന് സീറ്റ് നൽകാറുണ്ട്, ഒരുമിച്ച് ജയിക്കാറുണ്ട്. രാഹുൽ ഗാന്ധി ഏറ്റവും വലിയ സ്നേഹത്തോടെയും ഇഷ്ടത്തോടെയും എല്ലാ ക്യാമ്പയിനുകളിലും സ്റ്റാലിനുമായി ഒരു സഹോദരതുല്യമായ സ്നേഹത്തോടെ ചേർന്ന് പ്രവർത്തിക്കാറുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ അധികാരത്തിലേറുന്ന DMK ഈ പറയുന്ന ഘടകകക്ഷികളടക്കം കോൺഗ്രസ് അടക്കമുള്ളവർക്ക് ഒരു മന്ത്രിയാകട്ടെ, ഒരു ബോർഡാകട്ടെ, ഒരു കോർപ്പറേഷനാകട്ടെ, എവിടെങ്കിലും ഒരു സ്ഥാനമാനങ്ങളാകട്ടെ, അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയോടൊപ്പമുള്ള MLAമാരെന്നുള്ള ഒരു പരിഗണനയാവട്ടെ, ഇതൊന്നും അല്പം പോലും നൽകിയിരുന്നതേയില്ല. എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഭരിക്കുന്നവരോടൊപ്പം നിൽക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അവർക്ക് ഏതെങ്കിലുമൊക്കെ ഒരു പൊളിറ്റിക്കൽ സ്പേസ്, ഒരു പൊസിഷൻ അവർക്ക് നൽകേണ്ടതല്ലേ? പക്ഷേ ആ കാര്യത്തിൽ 1% പോലും ഒരു വിട്ടുവീഴ്ചയ്ക്കും DMK തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയും ഇന്ത്യ മുന്നണിയും ഒക്കെ അങ്ങനെ നിലനിൽക്കുമ്പോഴും കോൺഗ്രസിൻ്റെ പാർട്ടി സംവിധാനങ്ങളൊക്കെ വലിയ അതൃപ്തിയിലായിരുന്നു. ജയിക്കുന്നു ഭരണകക്ഷി എന്ന് പറയുന്നു, പക്ഷേ യാതൊരു വിധമായ പരിഗണനയുമില്ല എന്ന് മാത്രമല്ല 10 വർഷമായപ്പോഴേക്കും നമ്മുടെ കേരളത്തിലെ പോലെ തന്നെ DMKയുടെ ധാർഷ്ട്യവും അതുപോലെ തന്നെ പല ഓപ്പറേഷൻസും എല്ലാം അതിൻ്റെ രൂക്ഷമായ ഭാവത്തിലേക്കെത്തി. അതിലവർ ഈ ADMK എന്നോ കോൺഗ്രസ് എന്നോ ഏതെങ്കിലും പാർട്ടിയെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരുപോലെയാണ് കൈകാര്യം ചെയ്തിരുന്നത്, കായികമായും അല്ലാതെയും എല്ലാമെല്ലാം. അപ്പോൾ ഇത് അനിവാര്യമാക്കി തീർത്ത 2 സാഹചര്യങ്ങൾ. ഒന്ന്, ഈ പിന്തുണ കൊടുത്ത് കേവല ഭൂരിപക്ഷത്തിൽ എത്തിച്ചില്ലെങ്കിൽ അവിടെ നടക്കുന്നത് രാഷ്ട്രപതി ഭരണമാണ്. രാഷ്ട്രപതി ഭരണം എന്ന് പറയുമ്പോൾ ഫലത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭരണമാണ്. എന്തെല്ലാം കഴിയുമോ അതെല്ലാം ആ നാട്ടിൽ അവർ 6 മാസം കൊണ്ട് ചെയ്യും. അതിന് അവസരം നൽകണോ എന്നുള്ളതായിരുന്നു ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഈ പിന്തുണ കൊടുക്കുമ്പോൾ ഈ 10, 15, 20 വർഷമായി 29 വർഷത്തിന് ശേഷമോ മറ്റോ ആണ് ആദ്യമായി കോൺഗ്രസ്സിന് ഒരു മന്ത്രിസ്ഥാനം തമിഴ്നാട്ടിൽ കിട്ടുന്നത്. 2 മന്ത്രിമാരെയാണ് വിജയ് കൊടുത്തത്. അപ്പോൾ 2 മന്ത്രിമാരെ കൊടുക്കുമ്പോൾ ഈ പാർട്ടിക്ക് എന്തെങ്കിലും പരിപാടി നടത്താൻ വിളിക്കാൻ ഒരാളായി, അല്ലെങ്കിൽ ഒരു പരിപാടിക്ക് ക്ഷണിക്കാൻ, അല്ലെങ്കിൽ ആർക്കെങ്കിലും പോകാൻ, മറ്റേതിനൊന്നുമുള്ള യാതൊരു സാധ്യതയും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളാണ് അവിടെ ഈ മുന്നണി ബന്ധത്തിലേക്ക് വഴിതെളിച്ചത്. അതുകൊണ്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഇത്രയും അടുപ്പമായിരുന്നിട്ട് വഞ്ചിച്ചതല്ലേ, പറ്റിച്ചതല്ലേ, അത് അനീതിയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴും ഈ അനീതി കാണിക്കുന്നവരോട് യാതൊരു നീതിയും കഴിഞ്ഞ കുറേ കാലങ്ങളായി കാണിക്കുന്നില്ലായിരുന്നു എന്നതാണൊരു സ്ഥിതിവിശേഷം. ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി DMK നിൽക്കുമ്പോൾ ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് വന്നാൽ
പ്രധാനപ്പെട്ട വകുപ്പുകൾ അവർ വാങ്ങുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പിന്നെ അവർ ബി ജെ പിയോടൊപ്പം ചേരാത്തത് അത് തമിഴ്നാട് പൊളിറ്റിക്സിൽ ഒട്ടും സാധ്യമല്ലാത്തതാണെന്ന് പറയുന്ന ഒരു പൊതുജനവികാരത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അവർ ബി ജെ പിയുടെ ഘടകകക്ഷിയായി മാറാത്തതും. ഏതായാലും അതാണ് തമിഴ്നാട്ടിലെ ഏറ്റവും ഒടുവിലത്തെ സ്ഥിതി.